ലോകമെങ്ങും വിവിധ രാജ്യങ്ങളിലായി നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും അത് അനലൈസ് ചെയ്ത് ലോക ക്രൈസ്തവ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അന്തർദേശീയ പ്രസ്ഥാനമാണ് ഓപ്പൺ ഡോഴ്സ്. ഇപ്പോൾ 70-ലധികം രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഡച്ച് വംശജനായ ബ്രദർ ആൻഡ്രൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൻഡ്രൂ വാൻ ഡെർ ബിജിലാണ്. ദൈവത്തിന്റെ കള്ളക്കടത്തുകാരൻ, ഗോഡ് സ്മഗ്ലർ എന്ന പേരിൽ ബ്രദർ ആൻഡ്രൂ എഴുതിയ ഒരു പുസ്തകമാണ് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കിയത്. 1967 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം ഇതിനകം 10 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിയപ്പെട്ടിട്ടുണ്ട്. ഇന്നും ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ പലപ്പോഴും കയറി വരുന്ന ഒരു പുസ്തകവുമാണിത്. ഒരു യുവാവായിരിക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് ബൈബിളുകൾ കള്ളക്കടത്ത് നടത്തുകയായിരുന്നു ആൻഡ്രൂവിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. തന്റെ ആ ജീവിതാനുഭവങ്ങളാണ് ഗോഡ് സ്മഗ്ലർ എന്ന പേരിൽ അദ്ദേഹം പുസ്തകമാക്കി മാറ്റിയത്. ഈ ബ്രദർ ആൻഡ്രൂ ആണ് ഓപ്പൺ ഡോഴ്സിന്റെ സ്ഥാപകൻ. ഓപ്പൺ ഡോഴ്സ് എല്ലാ വർഷവും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകമെങ്ങും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കൃത്യമായ കണക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. വേൾഡ് വാച്ച് ലിസ്റ്റ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ കണക്കുകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ 2 ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ചു. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള ഒരു വർഷത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന ആ കണക്കുകളിലേക്ക് വിശദമായി. ഓപ്പൺ ഡോഴ്സിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലോകമെങ്ങുമായി ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടത് 4476 പേരാണ്. മുൻവർഷത്തേക്കാൾ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. മുൻവർഷം ഇത് 4998 ആയിരുന്നു. വേൾഡ് വാച്ച് ലിസ്റ്റിലെ മറ്റൊരു കണക്ക് പ്രകാരം ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസം മൂലം ബലാത്സംഗത്തിന് വിധേയമായ സ്ത്രീകളുടെ എണ്ണം 3123 ആണ്. 7679 ആരാധനാലയങ്ങൾ, സഭാ ഹാളുകൾ ഈ കാലയളവിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. 4744 പേർ വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ടു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങളെ തുടർന്ന് 2 ലക്ഷത്തോളം ആളുകൾക്കാണ് തങ്ങളുടെ നാടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ ഈ കണക്കുകൾ വിശദമായി തുടരുകയാണ്. ഈ കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്ന രാജ്യം നോർത്ത് കൊറിയ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ഭരണം നടത്തുന്ന ആ രാജ്യത്തിന്റെ വാതിലുകൾ സുവിശേഷത്തിന് മുൻപിൽ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ക്രിസ്ത്യാനിയാകുക എന്നുള്ളതോ വിശ്വാസം പരസ്യമാക്കുക എന്നുള്ളതോ അസാധ്യമായിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു ബൈബിളോ ബൈബിളിന്റെ ഭാഗങ്ങളോ കൈവശം വെച്ചാൽ പോലും വിചാരണ കൂടാതെ കൊല്ലപ്പെടാവുന്ന കുറ്റമാണത്. ഒരു കുടുംബത്തിൽ ഒരാൾ ക്രിസ്തീയ വിശ്വാസം അനുകരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസ ആചാരപ്രകാരം ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും, ഏതെങ്കിലും ഒരു ലേബർ ക്യാമ്പിലേക്ക് അയക്കപ്പെടും. പിന്നീട് ആ മനുഷ്യൻ ദീർഘവർഷങ്ങളിലേക്ക് കഠിനമായ ജോലികൾ ചെയ്ത് അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരും. ഇതാണ് നോർത്ത് കൊറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും ഇതേ ഗതി തന്നെ വരത്തക്ക നിലയിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിലായിരിക്കും ആ കുടുംബം കടന്നു പോകേണ്ടി വരുന്നത്. ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനാണെങ്കിലും പിന്നീടുള്ള മിക്ക രാജ്യങ്ങളും മുസ്ലിം ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളോ ആണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയാണ്. ഇസ്ലാമിക ഭരണകൂടമാണ് അവിടെയുള്ളത്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരയാണ് സൊമാലിയ എന്ന് പറയുന്ന ഈ ആഫ്രിക്കൻ രാജ്യം. അൽ ഷഹാബ് എന്ന തീവ്രവാദ സംഘടന സർക്കാരുമായി നിരന്തരം കലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കടുത്ത ഇസ്ലാമിക തീവ്ര നിലപാടുകൾക്കനുസരിച്ച് ഭരണം നടത്തുന്ന സൊമാലിയയിൽ അതിശക്തമായ സ്വാധീനമുള്ള മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ തുടച്ചു നീക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് നാളുകളായി. ആ രാജ്യത്തെ എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന കൃത്യമായ കണക്കുകൾ പോലും ഇന്നും ലഭ്യമല്ല. ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 2-ാം സ്ഥാനത്താണ് സൊമാലിയ. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും ദരിദ്ര രാജ്യമായ യമനാണ്. തൊട്ടടുത്ത് കിടക്കുന്ന അറേബ്യൻ രാജ്യങ്ങളെല്ലാം അതിസമ്പന്നമായിരിക്കുമ്പോൾ വംശീയ കലാപങ്ങൾ കൊണ്ട് ദുരിതപൂർണമായി പട്ടിണിയിലായിരിക്കുന്ന ഒരു രാജ്യമാണ് യമൻ. തീവ്ര മുസ്ലിം നിലപാടുകളും മുസ്ലിം നിയമങ്ങളും അനുസരിച്ച് നടത്തുന്ന ഭരണകൂടം. അവർക്കെതിരായി നിലകൊള്ളുന്ന ഹൂത്തികൾ വിമതാവേഷം കെട്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിനും വലിയ സ്വാധീനം യമനിലുണ്ട്. ഇങ്ങനെ ആകെ കൂടി കുഴഞ്ഞു കിടക്കുന്ന ഭരണകൂടത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന യമനിൽ
ക്രൈസ്തവ വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കാഠിന്യമേറിയ കാര്യമാണ്. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം, ഏത് നിമിഷവും തട്ടിക്കൊണ്ടുപോകപ്പെടാം. ഏറ്റവും ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അവിടുത്തെ ക്രൈസ്തവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. യമനിൽ എത്ര ക്രൈസ്തവർ ഉണ്ടെന്നുള്ളതിന് വ്യക്തമായ കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിബിയയാണ്. ആഫ്രിക്കൻ മുസ്ലിം തീവ്രവാദത്തിന്റെ ഇരയായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ലിബിയ. ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ആളുകൾ ഏത് നിമിഷവും തട്ടിക്കൊണ്ടുപോകപ്പെടാവുന്ന, ആക്രമിക്കപ്പെടാവുന്ന, എതിർക്കപ്പെടാവുന്ന ഒരു രാജ്യമായി ലിബിയ മാറ്റപ്പെട്ടിരിക്കുന്നു. വലിയ കൂട്ട പലായനങ്ങൾ ലിബിയയിൽ നിന്ന് മറ്റ് സമീപ രാജ്യങ്ങളിലേക്ക് ക്രൈസ്തവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ലിബിയയിൽ ഏകദേശം 35,000 ക്രൈസ്തവരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 5-ാം സ്ഥാനത്തുള്ളത് സുഡാനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായ, പട്ടിണി രാജ്യങ്ങളിലൊന്നായ സുഡാൻ. ഇവിടെയും ഇസ്ലാം തീവ്രവാദമാണ് ഈ രാജ്യത്തിന്റെ അധോഗതിക്ക് പ്രധാന കാരണം. സുഡാനിലെ ജനസംഖ്യയുടെ 4.1% ക്രൈസ്തവരാണ്. ഏകദേശം 20 ലക്ഷത്തിലധികം ക്രൈസ്തവർ ആ രാജ്യത്തുണ്ട്. സമീപകാലത്ത് ആ രാജ്യം ഒരു മതസ്വാതന്ത്ര്യമുള്ള രാജ്യമായി മാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീടുണ്ടായ അട്ടിമറിയിലൂടെ വീണ്ടും മുസ്ലിം തീവ്രവാദത്തിന്റെ കരങ്ങളിലേക്ക് ആ രാജ്യം അകപ്പെട്ടുപോയി എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ കാര്യമാണ്. 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എരിത്രിയ. ഈ രാജ്യത്ത് 44% ആളുകൾ ക്രൈസ്തവരാണ്. അതായത് 16,87,000 ആളുകൾ ക്രൈസ്തവരാണ്. അപ്പോൾ തന്നെ അവിടെ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് കത്തോലിക്ക, ഓർത്തഡോക്സ്, ലൂതറൻ സഭകൾ മാത്രമാണ്. ഈ രാജ്യത്ത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് പോകുന്നവരാണ് കടുത്ത മതപീഡനത്തിന് വിധേയരാകുന്നത്. 7-ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന രാജ്യം നൈജീരിയ. നൈജീരിയയുടെ പ്രത്യേകത ഈ രാജ്യത്തെ പകുതിയോളം ആളുകൾ ക്രൈസ്തവരാണെന്നുള്ളതാണ്. എന്നാൽ രാജ്യം 2 ഭാഗമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി തന്നെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് ക്രൈസ്തവരുമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. 46% എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതി, ഏകദേശം 10 കോടിയിലധികം ആളുകൾ ക്രൈസ്തവരാണ് ഈ രാജ്യത്ത്. എന്നിട്ടും ബൊക്കോ ഹറാം പോലെയുള്ള അതിതീവ്ര മുസ്ലിം സംഘടനകൾ നടത്തുന്ന കൂട്ടക്കുരുതികൾ നൈജീരിയയെ നിരന്തരം വാർത്താ മാധ്യമങ്ങളിൽ മുൻപന്തിയിൽ നിർത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ രാജ്യത്തെ കഴിഞ്ഞ വർഷം അതിന്റെ മുൻ വർഷത്തേക്കാൾ അക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇന്നും മുസ്ലിം തീവ്രവാദത്തിന്റെ പിടിയിലകപ്പെട്ട ഒരു രാജ്യമാണ് നൈജീരിയ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 8-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ആകെ ജനസംഖ്യയുടെ 1.8% മാത്രമാണ് ക്രൈസ്തവർ. അതായത് 45 ലക്ഷം മാത്രമാണ് ക്രൈസ്തവരുടെ ജനസംഖ്യ. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഈ ക്രൈസ്തവ സമൂഹം കടുത്ത പീഡനങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോകുന്നു, അവരുടെ വസ്തുവകൾ സ്വന്തമാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 9-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇറാനാണ്, പഴയ പേർഷ്യ. ഇറാനിൽ തീവ്ര മുസ്ലിം ഭരണകൂടമാണ് ഭരണം നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സമീപകാലത്ത് ഇറാനിൽ നിന്ന് അല്പം ചില പ്രതീക്ഷാ നിർഭരമായ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. 10 ലക്ഷത്തോളം ആളുകൾ ഈ സമീപകാലത്ത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്നാണ് വാർത്തകൾ. എന്നാൽ അവിടുന്നുള്ള ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 8 ലക്ഷം മാത്രമാണ് ഇറാനിലെ ക്രൈസ്തവരുടെ അംഗസംഖ്യ. 10-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനെ നമുക്കറിയാം, താലിബാൻ ഭരണം നടത്തുന്ന അഫ്ഗാനിസ്ഥാൻ. തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഭരണം നടത്തുന്ന, ആ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ഭരണം നടത്തുന്ന ആ രാജ്യത്ത് സ്ത്രീകൾക്കോ മറ്റ് മതങ്ങൾക്കോ ഒന്നും സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടുത്ത പീഡനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ കൃത്യമായ ആ രാജ്യത്ത് എത്ര ക്രൈസ്തവരുണ്ടെന്നോ അങ്ങനെയുള്ള കണക്കുകളൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഓപ്പൺ ഡോഴ്സിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റിൽ 11-ാം സ്ഥാനം നമ്മളുടെ രാജ്യം ഭാരതമാണ്. ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ കടുത്ത ക്രൈസ്തവ പീഡനം നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സമീപകാലത്തുണ്ടായ കലാപങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 10-നകത്തേക്ക് തന്നെ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 12-ാമത് സൗദി അറേബ്യ, 13-ാമത് മ്യാൻമർ, 14-ാമത് മാലി, 15 ചൈന. ഇങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുകയാണ്. എന്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണത്തിൽ ഈ കണക്കുകൾ യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. കാരണം ക്രൈസ്തവ പീഡനങ്ങളുടെ കൃത്യമായ കണക്കുകൾ എടുക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാം നിലപാടുകളുള്ള രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായ കണക്കുകൾ ലഭ്യമാകുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്.
അതുപോലെ തന്നെയാണ് നോർത്ത് കൊറിയ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. ഇവിടങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന കണക്കുകളുടെ കൃത്യതയെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടാകാം. മാത്രവുമല്ല, നടക്കുന്ന പീഡനങ്ങളുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, ബലാത്സംഗം പോലെയുള്ള സംഭവങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് പുറം ലോകം അറിയുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ നിലയിൽ ഈ കണക്കുകൾ വളരെ ചെറിയ ഒരു കണക്ക് മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിനേക്കാൾ ഭീകരമാണ് ക്രൈസ്തവർ ലോകമെങ്ങും അനുഭവിക്കുന്ന അതിദയനീയമായ വേദനാജനകമായ അനുഭവങ്ങൾ. എങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ക്രൈസ്തവ സമൂഹത്തിന് ലോകമെങ്ങും എല്ലാ കാലത്തും അതിശക്തമായ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ പീഡിപ്പിച്ചാലും, എത്രയൊക്കെ എതിർത്താലും, എത്ര ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റാലും, എത്രയധികം വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ക്രൈസ്തവ സമൂഹം അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും വളർച്ച പ്രാപിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. വേൾഡ് വാച്ച് ലിസ്റ്റിന്റെ കണക്ക് പ്രകാരം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിലുള്ള 7 ക്രിസ്ത്യാനികളിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. ആഫ്രിക്കൻ രാജ്യത്തെ കണക്കെടുത്താൽ 5 ക്രിസ്ത്യാനികളിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനിയാണ്. ഇനി ഏഷ്യയിലേക്ക് വന്നാൽ, ഏഷ്യൻ രാജ്യങ്ങളിലെ 5 ക്രൈസ്തവരെ എടുത്താൽ അതിൽ 2 പേർ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരാണ്. ആകെയുള്ള കണക്കുകൾ പ്രകാരം 380 ലക്ഷം ക്രൈസ്തവർ ലോകത്തിൽ കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലാണുള്ളത്. ഒരുപക്ഷെ എന്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ക്രൈസ്തവ പീഡനം അനുഭവിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലായിരിക്കാം. പ്രത്യേകിച്ച് മലയാളി സമൂഹം കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ലായിരിക്കാം. എന്നാൽ ലോകമെങ്ങും ലക്ഷക്കണക്കിന് ക്രൈസ്തവർ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രയോ പേർ ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം, അവരുടെ പേരൊരു ക്രിസ്തീയ പേരായതുകൊണ്ട് മാത്രം പീഡിപ്പിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, ആട്ടി ഓടിക്കപ്പെടുന്ന, തടവിലാക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി ഉറപ്പോടെ നിൽക്കുന്ന, വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് സംരക്ഷിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നിയോഗം നമ്മൾ ഏറ്റെടുക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.